أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് തഖ്വയുള്ള ജീവിതം നയിക്കണമെന്ന് എന്നോടും എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. വൽതൻളുർ നഫ്സ്, ഓരോരുത്തരും വ്യക്തിപരമായി അവർ ചിന്തിച്ചു കൊള്ളട്ടെ. മാ ഖദ്ദമത് ലിഗദ്, നാളെ വരാനിരിക്കുന്ന, നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു ദിവസത്തെക്കുറിച്ചും അവിടേക്ക് വേണ്ടി രക്ഷാമാർഗം നമ്മൾ എന്ത് സമ്പാദിച്ചു എന്നതിനെക്കുറിച്ചും ഓരോരുത്തരും ചിന്തിച്ചു കൊള്ളട്ടെ, ആലോചിച്ചു കൊള്ളട്ടെ. ഈ ആയത്ത് ഏതു സന്ദർഭത്തിലും നമ്മെ ചിന്തിപ്പിക്കേണ്ടതും നമ്മെ ഓർമ്മിപ്പിക്കേണ്ടതുമായ ഒരു സൂക്തമാണ്. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ, നമ്മൾ ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ, സ്വദേശത്തോ വിദേശത്തോ ആയിരിക്കുമ്പോൾ, ഇവൻ പള്ളിയിലാണെങ്കിൽ പോലും ആയിരിക്കുന്ന ഇരിപ്പിടത്തിൽ വെച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു നിമിഷം, ആലോചിക്കേണ്ട കാര്യമാണ്, അല്ലാഹുവേ, എൻ്റെ മരണം ഏത് സന്ദർഭത്തിലും ഏത് സാഹചര്യത്തിലും എനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ കീഴടങ്ങേണ്ടവനാണ്. അല്ലാഹുവേ, ഇത്തരം ഒരു ഘട്ടത്തിൽ എനിക്ക് എൻ്റെ രക്ഷകനായി, എനിക്ക് നാളെ രാജാതിരാജനായ റബ്ബിൻ്റെ മുമ്പിൽ സാക്ഷി നിൽക്കാൻ ഞാൻ ചെയ്യുന്ന അമലുകൾ മാത്രമാണല്ലോ റബ്ബെ ബാക്കിയുണ്ടാവുക എന്നുള്ള ഒരു ചിന്ത ഏത് സന്ദർഭത്തിലും നമ്മൾക്ക് അനിവാര്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കാലഘട്ടത്തിൻ്റെ ആ തള്ളലിൽ, ഓളങ്ങളിൽ, കൗമാര യുവ ആ പ്രായത്തിലൊക്കെ നമ്മുടെ കൽബിനെ പിടിച്ചു കുലുക്കേണ്ട, നമ്മുടെ ഹൃദയത്തെ തൊട്ടുണർത്തേണ്ട ഒരു ചിന്തയാണിത്. ഞാൻ എന്ത് കളിയാ കളിക്കുന്നത്? ഈ ഒരു ചിന്ത ഉണ്ടെങ്കിൽ ദുനിയാവിലെ ജീവിതം വളരെ കൃത്യം ഉള്ളതാക്കി തീർക്കാൻ നമ്മൾ പരിശ്രമിക്കുമെന്നതാണ്. യുവത്വം എന്ന് പറയുന്നത് ഈ വർത്തമാന
ലോകത്തിൻ്റെ സാക്ഷ്യമാണ്. ഭാവിയുടെ പ്രതീക്ഷയാണ് യുവത്വം എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ, അതിലേറെ ഒന്നുകൂടി നമ്മൾ ചുരുക്കിക്കൊണ്ടുവന്നാൽ കുടുംബത്തിൻ്റെ തന്നെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ഈ യുവത്വത്തിലാണ്, യുവാക്കളിലാണ് പ്രതീക്ഷ എന്ന് സാധാരണ നമ്മൾ പറയാറുണ്ട്. പക്ഷേ യുവാക്കളാരാ? നമ്മൾ കണക്കാക്കുന്ന ഒരു 20 വയസ്സോ 30 വയസ്സോ ആയവരൊക്കെ യുവാക്കളാണ്. അവിടെ നിന്ന് അങ്ങോട്ടുള്ളവരൊന്നും യുവാക്കളല്ലേ? ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്കറിയാം, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതം ആരംഭിക്കുന്നത് തൻ്റെ നുബുവത്തിന് ശേഷം. നുബുവത്ത് എന്ന് പറയുന്നത് 40-ാമത്തെ വയസ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കൺസെപ്റ്റ്, 40 വയസ്സായവൻ ഏകദേശം ജീവിച്ചു തീർന്നു എന്നോ പകുതിയിലധികം പിന്നിട്ടു എന്നൊക്കെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. അങ്ങനെയല്ല. വയസ്സല്ല യുവത്വത്തിൻ്റെ അടയാളം എന്ന് പറയുന്നത്. യുവത്വത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് വയസ്സ് കണക്ക് കൂട്ടിയിട്ടല്ല, നമ്മുടെ ആരോഗ്യ രംഗത്ത്, നമ്മുടെ ശാരീരിക രംഗത്ത് നമുക്കുള്ള ശക്തിയും പ്രാപ്തിയും തൻ്റെടവും ഊർജ്ജസ്വലതയും, ഇതൊക്കെയാണ് യുവത്വം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് ഫതൻ എന്ന് ഖുർആൻ പ്രയോഗിച്ച് ആ യുവാവ്, ഇബ്രാഹിം നബി ധീരമായ പ്രോജ്വലമായ പോരാട്ടം നടത്തിയിരുന്ന ഒരു കാലഘട്ടം. വിശ്വാസത്തിനു വേണ്ടി, ആദർശത്തിനു വേണ്ടി, തൗഹീദിനു വേണ്ടി ലോകർക്ക് മാതൃകയായ ഒരു പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഖുർആൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് ഇബ്രാഹിം ഒരു വ്യക്തി എന്നുള്ള നിലയിലല്ല. ഇന്നഹു കാന ഉമ്മ. ഇബ്രാഹിം നബി ഒരു സമുദായമായിരുന്നു, ഒരു സമുദായം. അത്തരത്തിലേക്ക് ഉയരാൻ മാത്രം കഴിവുറ്റ ഒരു വ്യക്തിയായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹം ഈ പറഞ്ഞ രൂപത്തിൽ ഒരു പകുതിയോളം ജീവിതത്തിൻ്റെ നമ്മൾ പറയുന്ന അവിടെയും കഴിഞ്ഞിട്ടാണ് ഈ ആദർശ രംഗത്ത്, തൗഹീദിൻ്റെ രംഗത്ത് ഇത്തരം പ്രോജ്വലമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ആ സമയത്ത് ഇബ്രാഹിം നബിയെ ഖുർആൻ പരിചയപ്പെടുത്തിയ യുവാവ്, അദ്ദേഹം ഒരു ഫതൻ ആയിരുന്നു എന്നാണ്. ഇവിടെയാണ് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്. നമ്മുടെ വയസ്സ് കണക്കാക്കിയിട്ടല്ല. അതുകൊണ്ട് മൊത്തം പൊതുവെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അയ്യുഹ ശബാബ്, യുവത്വമേ, യുവാക്കളെ, അള്ളാഹു നിങ്ങൾക്ക് ഇച്ഛാശക്തി നൽകിയിട്ടുണ്ട്. നമുക്കേവർക്കും അള്ളാഹു ഇച്ഛാശക്തി നൽകിയിട്ടുണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു തആല നമ്മൾക്ക് നൽകിയിട്ടുണ്ട്, ധാരാളം അനുഗ്രഹങ്ങൾ. അതുകൊണ്ട് യുവാക്കളെ, ഒന്നാമതായി നമ്മൾ നിലനിർത്തേണ്ടത് അള്ളാഹുവിലുള്ള അചഞ്ചല വിശ്വാസമാണ്. യുവസമൂഹമേ, നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രഥമമായ നമ്മുടെ ലക്ഷ്യം ദുനിയാവല്ല ആഖിറമാണ് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം അവിടെ രക്ഷപ്പെടാൻ വേണ്ടി ഒന്നാമതായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് വിശ്വാസരംഗത്തെ കരുത്താണ്. വിശ്വാസം എന്ന് പറയുന്നത് അള്ളാഹു ഉണ്ട് എന്നതിലല്ല. അള്ളാഹു ഉണ്ട് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്ന ഒരു വിശ്വാസമായിരുന്നു. അള്ളാഹു ഉണ്ട്, പക്ഷെ അള്ളാഹു ഉണ്ട് എങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ നേടിത്തരാൻ ഞങ്ങൾക്ക് ചില ആളുകളെ ആവശ്യമുണ്ട് എന്നിടത്തേക്കായിരുന്നു അവരുടെ വിശ്വാസം പോയത്. അതുകൊണ്ടാണ് അവർ മുശ്രിക്കുകളായത്, ശിർക്ക് ചെയ്യുന്നവരായി മാറിയത്. അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഉണർത്തുന്നത്, യുവാക്കളെ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഇച്ഛാശക്തി, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള മഹത്തായ എണ്ണിയാൽ തീരാത്തത്രയുള്ള അനുഗ്രഹങ്ങൾ, ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് മുൻനിർത്തിക്കൊണ്ട് വിശ്വാസരംഗത്ത് കരുത്തും
ഊർജ്ജസ്വലതയും കാണിക്കണം എന്നതാണ് ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. എല്ലാ ഗുണവിശേഷണങ്ങളും, എല്ലാ സൽഗുണങ്ങളും, സ്വഭാവ മഹിമകളും ഒത്തിണങ്ങിയ ഒരു കൂട്ടം, ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. സൂറത്ത് കഹ്ഫ് നമ്മൾ പാരായണം ചെയ്യുന്നവരാണ്. സൂറത്ത് കഹ്ഫിന്റെ ആദ്യത്തെ 10 ആയത്തുകൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സൂക്തമുണ്ട് അവിടെ. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. ഇന്നഹും ഫിത്യത്തുൻ, അവർ ഒരു കൂട്ടം ആളുകളായിരുന്നു. ആമനൂ ബിറബ്ബിഹിം, അവർ അവരുടെ രക്ഷിതാവിനെ, അവരവരുടെ റബ്ബിനെ ആത്മാർത്ഥമായി, അചഞ്ചലമായി, നിഷ്കളങ്കമായി, നിഷ്കപടമായി അവർ അവരുടെ റബ്ബിനെ വിശ്വാസമർപ്പിച്ചിരുന്നു. അതുകൊണ്ട് വസിദ്നാഹും ഹുദാ, അല്ലാഹു പറയാണ് വസിദ്നാഹും ഹുദാ, ആ കാരണത്താൽ അവർക്ക് നാം ഹിദായത്ത് വർദ്ധിപ്പിച്ചു കൊടുത്തു എന്നതാണ്. അള്ളാഹുവിന്റെ ഹിദായത്ത്, അള്ളാഹു നമ്മൾക്ക് നൽകുന്ന ഹിദായത്ത് എന്നത് അത് അള്ളാഹുവിന്റെ ഒരു വരദാനമാണ്. ഹിദായത്ത് കിട്ടാത്ത ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ ഈ ലോകത്തുണ്ട് എന്ന വസ്തുത നമ്മൾ അറിയണം. അപ്പോ ഹിദായത്ത് അള്ളാഹു നൽകുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മെ ഏറ്റെടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ആ യുവാക്കൾ അവർ തീരുമാനിച്ചുറപ്പിച്ച ഒരു സംഗതിയാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഖുർആൻ ആ കൂട്ടം ആളുകളെ പരിചയപ്പെടുത്തിയത് ഇന്നഹും ഫിത്യത്തുൻ, അവർ ഒരു സംഘം ആളുകളാണ്. അവർ ആമനൂ ബിറബ്ബിഹിം, അവരുടെ രക്ഷിതാവിനെ അവർ അചഞ്ചലമായി വിശ്വാസം അർപ്പിച്ചിരുന്നു എന്നാണ്. ഗുഹാവാസികൾ എന്ന് സൂറത്തുൽ കഹ്ഫ് എന്നതിന് പേര് നൽകപ്പെട്ട ഗുഹയുമായി ബന്ധപ്പെട്ട വിഷയം ഈ യുവാക്കളുടെ വിഷയമാണ്. അവർക്ക് അവസാനമായി അവരുടെ വിശ്വാസ രംഗത്ത് ഊർജ്ജസ്വലതയോടുകൂടി നിലനിൽക്കുന്നതിന് വേണ്ടി അവർ ഗുഹയെ ലക്ഷ്യം വെച്ച് പോവുകയും ആ ഗുഹയിൽ അഭയം തേടിയതുമായ ഒരു കഥയാണ് നമ്മുടെ പരാമർശ വിഷയം. ഞാൻ സൂചിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ രക്ഷയും അള്ളാഹുവിന്റെ സമാധാനവും നമ്മൾക്ക് കിട്ടണോ, നമ്മുടെ വിശ്വാസ രംഗത്ത് നമ്മൾ കരുത്തു പകരണം എന്ന ഒരു പാഠമാണ് ഈ യുവാക്കളുടെ ഈ ഒരു ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ നമ്മുടെ മനസ്സുകൾക്ക് സമാധാനമുണ്ടാകാൻ, കലുഷിതമായ ഈ അന്തരീക്ഷത്തിൽ ജീവിക്കുമ്പോൾ സ്വസ്ഥതയോടുകൂടി ശാന്തമായി ജീവിക്കാൻ, അലട്ടലില്ലാതെ ജീവിക്കാൻ അള്ളാഹു നമ്മൾക്ക് ഈ സമാധാനം നൽകണമെന്നുണ്ടെങ്കിൽ അതിനേറ്റവും ഒറ്റമൂലി എന്ന് പറയുന്നത് വിശ്വാസം മാത്രമാണ്. അള്ളാഹുവിനുള്ള വിശ്വാസമാണ്, കറയില്ല, കളങ്കമില്ലാത്ത വിശ്വാസമാണ്. അത്തരം ജീവിതം നയിക്കുന്നവരെ പറ്റി അള്ളാഹു നൽകുന്ന സന്തോഷ വാർത്ത അറിയുമോ നിങ്ങൾക്ക്? അങ്ങനെ ജീവിക്കുന്ന വിശ്വാസ രംഗത്ത് ഊർജ്ജസ്വലതയോടുകൂടി ജീവിക്കുകയും കളങ്കമില്ലാതെ, അഴകുഴമ്പൻ നയമില്ലാതെ, ആർജവത്തോടുകൂടി അള്ളാഹുവാണ് എന്റെ ആരാധ്യനെന്നും അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം, അങ്ങനെ ഉദ്ഘോഷിക്കുന്നതോടൊപ്പം അത് നിലനിർത്തുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന സന്തോഷ വാർത്ത, മൻ അമില അമലൻ മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ, ആണാവട്ടെ പെണ്ണാവട്ടെ, വഹുവ മുഅ്മിനുൻ, വിശ്വാസികളായിക്കൊണ്ട് ആര് കർമ്മം ചെയ്താലും ആര് അമല് ചെയ്താലും ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, അവർക്ക് നാം ഏറ്റവും നല്ല ഒരു ജീവിതം നൽകുന്നതാണ്. ഇത് അള്ളാഹുവിന്റെ സംഭാവനയാണ്. ഇത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ ഒരു സന്തോഷത്തിന്റെ വർത്തമാനമാണ്. അള്ളാഹുവിൽ വിശ്വസിച്ച് അവനെ മാത്രം ആരാധിച്ച് ജീവിക്കുന്നവർക്ക്
അള്ളാഹു നൽകുന്നത് എന്താ? നല്ല ഒരു ജീവിതം. വലനുഹിയന്നഹു ഹയാത്തൻ തയ്യിബ വലനജിസിയന്നഹും എന്ന് ആ ആയത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവര് പ്രവർത്തിച്ചതിലെ പ്രവർത്തനങ്ങളെക്കാളും ഏറ്റവും നല്ലതായ പ്രവർത്തനം അല്ലെങ്കിൽ അതിനുള്ള പ്രതിഫലം അവർക്ക് നാം നൽകുന്നതാണ്. അത് അള്ളാഹുവിന്റെ ഒരു വാഗ്ദത്തമാണ്. അള്ളാഹു സത്യവിശ്വാസികൾക്ക് നൽകുന്ന ഒരു വാഗ്ദാനമാണിത്. അതുകൊണ്ട് വളരെ ഉത്തരവാദിത്ത ബോധമുള്ള ചെറുപ്പക്കാർ അവർ തന്റെ അനുഗ്രഹം നിറഞ്ഞ യുവത്വത്തെ കുറിച്ച് ചിന്തിക്കണമെന്നാണ് പറയുന്നത്. അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹം നമുക്കൊക്കെ അള്ളാഹു നൽകിയിട്ടുള്ള നിഅമത്ത് അത് മുമ്പിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അള്ളാഹുവിനെല്ലാം തവക്കുൽ ചെയ്യുകയും എല്ലാം അവനിൽ മാത്രം അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ടോ എങ്കിൽ നാട്ടില് സമാധാനമുണ്ടാകും, വീട്ടില് സന്തോഷമുണ്ടാകും. അതില്ലെങ്കിലോ എപ്പോഴും കലുഷിതമായിരിക്കും, പ്രശ്നങ്ങളായിരിക്കും, പ്രയാസമായിരിക്കും. അതുകൊണ്ട് യുവാക്കളെ, നിങ്ങൾ ഒരിത്തിരി നേരം ചിന്തിക്കണം. തന്നെ സൃഷ്ടിച്ച തന്റെ നാഥനെ കുറിച്ച്, തനിക്ക് അല്ലാഹു നൽകിയ നിഅമത്തിനെ കുറിച്ച് ഇതിനെയൊക്കെ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടാണ് യുവാക്കളെ നിങ്ങൾ ജീവിക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തി, അഞ്ച് കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് അഞ്ച് കാര്യങ്ങളുടെ അതിന്റെ വിപരീത കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം എന്ന് സത്യവിശ്വാസികളോടായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. ആ അഞ്ച് കാര്യങ്ങളിൽ ഒരു കാര്യം വമിൻഹ, അതിൽപ്പെട്ടതാണ് ശബാബക ഖബല ഹറമിക, ശബാബക ഖബല ഹറമിക, നിന്റെ വാർദ്ധക്യത്തിൽ എത്തിപ്പെടാതെ ഒരാളും ഇവിടെ നിൽക്കുകയില്ല. ഏതൊരാളും വാർദ്ധക്യം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും. ആ വാർദ്ധക്യം വരുന്നതിന് മുമ്പ് നിന്റെ ആ യുവത്വത്തെ കുറിച്ച്, ശബാബ് എന്ന് പറയുന്ന ആ അവസ്ഥയെ കുറിച്ച് നീ ചിന്തിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. തീർന്നില്ല, വഖാല അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകൻ വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തി, ലാ തസാലു ഖദമ ഇബ്നു ആദം യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ ഒരാളുടെ കാലടികൾ മുന്നോട്ട് വെക്കാൻ അവന് സാധിക്കുകയില്ല. മിൻ ഇൻദി റബ്ബിഹി, തന്റെ റബ്ബിന്റെ സമീപത്ത് വെച്ച്, ഹത്താ യുസ്അല അൻ ഖംസിൻ, അഞ്ചു കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ. വീണ്ടും അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്, അഞ്ച് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കപ്പെടാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. വമിൻഹ, അതിൽപ്പെട്ടതാണ് വഅൻ ശബാബിഹി ഫീമ അബ്ലാഹു, അഞ്ചു കാര്യങ്ങളിൽ ഒരു കാര്യം എന്തിനെ കുറിച്ചാണ്? യുവത്വത്തെ കുറിച്ചാണ്. ഫീമ അബ്ലാഹു, നിന്റെ യുവത്വം നീ എന്തിന് ചെലവഴിച്ചു? നമുക്കറിയാം, ഒരു നാടിന്റെ സ്പന്ദനം എന്ന് പറയുന്നത് യുവത്വമാണ്. ഒരു പ്രദേശത്തിന്റെ സ്പന്ദനം, അതിന്റെ എല്ലാം എന്ന് പറയുന്നത്, ഒരു രാജ്യത്തിന്റെ സംഭാവന എന്ന് പറയുന്നത് യുവാക്കളാണ് എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മുടെ യുവത്വം, നമ്മുടെ ആ പ്രസരിപ്പ് നമ്മെ ഏത് മാർഗത്തിലേക്കാണ് നമ്മൾ ചെലവഴിച്ചിട്ടുള്ളത്, എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്തയാണ് നമ്മൾ അറിയേണ്ടത്. 40 50 വയസ്സെത്തുമ്പോ നമ്മൾ ഒന്ന് ചിന്തിക്കും, ഓ എനിക്ക് 50 വയസ്സായില്ലേ, എത്ര പെട്ടെന്നാണ് എന്റെ ഈ പ്രായം ഇങ്ങനെ കഴിഞ്ഞു പോയത്. പക്ഷേ നമ്മളൊന്ന് പിറകോട്ട് പോകണം. ഞാൻ ഈ കാലയളവ് ഏതെല്ലാം സംഗതികൾക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ജീവിച്ചത്, എന്ത് കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ചെലവഴിച്ചത് എന്ന് ആലോചിച്ചുകൊണ്ട് മാത്രമേ ഒരു സത്യവിശ്വാസിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ നമ്മൾ ഏത് സമയത്തും, യുവാക്കളെ, ഏത് സമയത്തും നമ്മുടെ മനസ്സിലുണ്ടാകണം, ഈ 5 കാര്യങ്ങളിൽപ്പെട്ട 5 കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതെ മുന്നോട്ട് പോകാൻ
കഴിയില്ലെന്ന് റസൂൽ വിശദീകരിച്ചതിൽ ഒന്ന് വഅൻ ശബാബിഹി ഫീമാ അബിലാഹു, നമ്മുടെ യുവത്വം എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ആ ഒരു പ്രായം, അത് ഏതെല്ലാം വഴിയിലൂടെയാണ് നമ്മൾ തിരിച്ചുവിട്ടത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ അത് ചെലവഴിച്ചത് എന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ നമ്മുടെയൊക്കെ യുവത്വം ഇല്ലേ, നമ്മുടെയൊക്കെ യുവത്വം അതേറ്റവും പോസിറ്റീവായിട്ട് ചെലവിടാൻ നമ്മൾ പരിശ്രമിക്കുക എന്നതാണ് ഈ പറഞ്ഞതിന്റെ ആകത്തുക എന്ന് പറയുന്നത്. സമയത്തെ ഇന്ന് നമ്മൾ കൊല്ലുകയാണ്, സമയത്തെ കൊല്ലുകയാണ് അല്ലേ? രാത്രിയുടെ യാമങ്ങളിൽ നമ്മൾ അറിയുന്നില്ല നമ്മൾ ഇടപെടുന്ന മേഖലകൾ. നമ്മുടെ വീട് നമ്മൾ പരിശോധിക്കണം, നമ്മുടെ മക്കൾ ഉറങ്ങുന്നുണ്ടോ എന്നതിനെ കുറിച്ച് ആർക്കറിയാം? നമ്മളൊക്കെ ആലോചിക്കേണ്ടതാണിത്. നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ നമ്മൾ ജീവിക്കുന്നത് സോഷ്യൽ മീഡിയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്ത് ആവശ്യമുള്ളതാണോ അനാവശ്യമുള്ളതാണോ എന്നൊന്നും നമ്മളാരും അറിയുന്നില്ല. ഇന്ന് പല വീടുകളും ഉച്ചവരെയും നമ്മുടെ വീട്ടില് ഒഴിവുള്ള യുവാക്കൾ എന്ന് പറയുന്ന കൗമാരക്കാർ കിടന്നുറങ്ങി തുലക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഏത് വീട് പരിശോധിച്ചാലും ഉച്ചവരെ കിടന്നുറങ്ങുന്നു, രാത്രിയിൽ ഉറങ്ങുന്നില്ല, രാത്രിയിൽ സമയത്തെ കൊല്ലുകയാണ്. എന്താണ് ഈ അവസ്ഥ എന്ന് നമ്മൾ അറിയണം. രാത്രി നേരം വെളുക്കുന്നത് അവരറിയുന്നില്ല, അവരുടെ ലോകം അത് വേറെയാണ്. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം നമ്മൾ അറിയേണ്ടത്. നിഅമത്താനി, രണ്ട് അനുഗ്രഹങ്ങൾ റസൂലുള്ളാഹി നമുക്ക് പറഞ്ഞു തരിക. രണ്ട് അനുഗ്രഹങ്ങൾ. ആ വിഷയത്തെ സംബന്ധിച്ച് കസീറുൻ മിനന്നാസ്, ജനങ്ങളിൽ അധിക പേരും അശ്രദ്ധരാണ്. എന്നാൽ ഈ രണ്ടു അനുഗ്രഹീതമായ രണ്ട് കാര്യങ്ങളെ കുറിച്ച് എല്ലാവരും യഥാർത്ഥത്തിൽ അധിക പേരും എന്താണ്? അശ്രദ്ധയിലാണ്. ഒന്ന് അസ്വിഹ, ഒന്ന് ആരോഗ്യമാണ്. നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ എപ്പോഴാണ് ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുന്നത്? ഒരു പനി വരുമ്പോ, ഒരു തലവേദന വരുമ്പോ, അതുമായി ബന്ധപ്പെട്ട ഒരു രോഗത്തിന്റെ അവസ്ഥയിലെത്തുമ്പോഴാണ് നമ്മുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാകുന്നത്. അതുവരെ നമ്മൾ അറിയുന്നില്ല അല്ലേ? അസിഹത്ത്, നമ്മുടെ ആരോഗ്യം, വൽ ഫറാഗ്, നമ്മുടെ ഒഴിവ് സമയം എന്ന് പറയുന്നത് ഉറങ്ങേണ്ടതിനൊരു സമയമുണ്ട്, അത് ഉറങ്ങി തീർക്കണം, അത് ഉറങ്ങാനുള്ളതാ. എന്നാൽ ഒഴിഞ്ഞിരിക്കേണ്ട സമയമുണ്ട്, അത് അതിനുള്ളതാ. ജോലിയുടെ സമയമുണ്ട്, അത് അതിനുള്ളതാണ്. ആ നിലക്ക് നമ്മൾ അല്ലാഹു തആല നഹാറിനെ പഠിച്ചു, പകലിനെ പഠിച്ചു, രാത്രിയെ പഠിച്ചു, ഉറക്കത്തെ പഠിച്ചു, ജോലിയെ സ്ഥിരീകരിച്ചു. എല്ലാം ചെയ്തു തന്ന റബ്ബ് എല്ലാറ്റിനും ഒന്ന് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ പരിധികൾ ലംഘിക്കുന്നു, നമ്മൾ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെയാണ് നമ്മളെ കുറിച്ച് ചിന്തിക്കേണ്ടത്. നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ച്, നമ്മളുടെ ഒഴിവ് വേളകളെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. എല്ലാവരും ഒന്ന് കൂട്ടമായി ചിന്തിച്ചാൽ പ്രശ്നങ്ങൾക്ക് കുറെയൊക്കെ പരിഹാരമുണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് യുവാക്കളെ, നമുക്ക് നമ്മുടെ കഴിവുകളെ സംബന്ധിച്ച്, നമ്മുടെ സ്കില്ലുകളെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ ഒരു ധാരണയുണ്ടാകണം. ഓരോരുത്തർക്കും വ്യത്യസ്തമായ സ്കില്ലുകളാണ്. ആ സ്കില്ലുകൾ അത് പരിപൂർണമായും പോസിറ്റീവായി ഉപയോഗിക്കാൻ, ദുനിയാവിന് മാത്രമല്ല ആഖിറത്തിൽ മോചനം കിട്ടാൻ, അവിടെ രക്ഷ കിട്ടാൻ അനിവാര്യമായ സംഗതികൾക്ക് വേണ്ടി നമ്മുടെ സ്കില്ലുകൾ, നമ്മുടെ കഴിവുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മളിലുള്ള കഴിവുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് അത് നാട്ടിന്, സമൂഹത്തിന്, കുടുംബത്തിന് പ്രയോജനകരമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾക്ക് സാധിക്കണം. അതിന് വേണം പരാശ്രയത്വം നമ്മൾ വെടിയണം. അതോടൊപ്പം മടി, നമ്മൾ കസ്ല് എന്നതും നമ്മൾ ഉപേക്ഷിക്കണം. ഇത് രണ്ടും ഉപേക്ഷിച്ചുകൊണ്ട് പരാശ്രയത്വവും കസ്ലും മടിയും, നമ്മളെപ്പോഴും മടിയന്മാരാണ്, അധ്വാനിക്കാൻ നമ്മൾക്ക് കഴിയുന്നില്ല, നമ്മൾ മടിയുടെ ലോകത്താ. അങ്ങനെ ആയാൽ പറ്റില്ല. ലൈവായി പോസിറ്റീവായ നിലയിൽ നമ്മളുടെ ആരോഗ്യത്തെയും നമ്മളുടെ ഒഴിവുവേളകളെയും ഒക്കെ നമ്മൾ ചെലവഴിച്ചാൽ
അള്ളാഹുവിന്റെ അനുഗ്രഹം പെയ്തിറങ്ങുക തന്നെ ചെയ്യും, അതിലൊരു സംശയവുമില്ല. അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ച് കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങണം എന്ന ചിന്തയോടുകൂടി ഉള്ള പ്രവർത്തനങ്ങളാണ് ഒരു വിശ്വാസി തന്റെ ജീവിതത്തിൽ നിലനിർത്തേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാനു വൽ അഖവാത്ത് ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് മുത്തഖികളായി ജീവിക്കണേ എന്നൊരിക്കൽ കൂടി വസിയത്ത് ചെയ്യുക. ലോകത്തില്ല വാർത്തകൾ കൃത്യമായി അറിയുന്നവരാണ് നമ്മൾ. ഗസ വല്ലാതെ എപ്പോഴും നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് ഓരോ ദിവസവും ഗസയിൽ നിന്ന് നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. ഇന്നലെ പട്ടിണി കൊണ്ട് മരണപ്പെട്ടത് 4 പേരാണ്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ബോംബിങ്ങിലൂടെ ധാരാളമായി ആളുകൾ ഇങ്ങനെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ പട്ടിണി മരണങ്ങളും വർദ്ധിച്ചു വരുന്നുണ്ട്. ടോട്ടലി കണക്ക് ഒരു അനൗദ്യോഗിക കണക്കാണ് പറയുന്നത്. പട്ടിണി കൊണ്ട് മാത്രം 197 പേര് ഇതിനകം മരണത്തിന് കീഴടങ്ങിയെന്നാണ്. നമുക്കറിയാം 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ആരംഭിച്ച ഈ ബോംബിംഗ് അല്ലെങ്കിൽ അവരുടെ ഈ യുദ്ധ പ്രക്രിയകൾ, അവിടെ അവർ പുറത്തുവിട്ടിട്ടുള്ള ഒരു കണക്ക് 61,258 ആളുകൾ ഇതിനകം കൊല്ലപ്പെട്ടു എന്നാണ്. അതൊക്കെ കേവലം ഒരു കണക്ക് മാത്രമാണ്. നമ്മളിപ്പോൾ മംഗല ലോകത്തപ്പുള്ളത്. ഒരു ദിവസം തന്നെ 3-4 മംഗലം, രാവിലെ, ഉച്ച, വൈകുന്നേരം, രാത്രി. അത് തന്നെ 6-7 ദിവസമാണ് ഒരു മംഗലത്തിൻ്റെ കാൽക്കുലേഷൻ. നമ്മളങ്ങനെ ജീവിക്കണേ. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അവിടേക്ക് നമ്മുടെ ചിന്ത ഒന്ന് ചെറുങ്ങനെ പോകേണ്ടത്. പട്ടിണി കൊണ്ട് മരിക്കുന്ന ഒരു ടീമുണ്ട് എന്ന് നമ്മൾ അറിയണം. പട്ടിണി കൊണ്ട് ഇപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് ഇങ്ങനെ പോകുന്ന വഴിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഭക്ഷണപ്പൊതി എറിയുന്നുണ്ട്. അത് കൃത്യസമയത്ത് എത്തുന്നില്ല. അവർക്ക് എവിടെയോ ആണ് ഇത് പതിക്കുന്നത്. പിന്നെ അവിടെ പെറുക്കിയെടുക്കാൻ പോലും കഴിയുന്നില്ല. അതാണ് ഇന്നത്തെ സ്ഥിതി. നമ്മളിവിടെ തിന്നതിനേക്കാൾ കൂടുതൽ വേസ്റ്റ് നമ്മൾക്ക് പുറത്തേക്ക് പോവാം. ഇത് ഞാൻ എൻ്റെ വേദന നിങ്ങളുമായി പങ്കുവെച്ചു. നിങ്ങൾ ഓരോരുത്തരും ഈ വേദന സ്വയം ഒന്ന് പങ്കുവെച്ചാൽ നമ്മളിതെല്ലാം കൂടി കെട്ടിപ്പേറി ഗസയിലേക്ക് കൊണ്ടുപോകണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ആ ഒരു വേദന നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. നമ്മൾ എന്തിനാണ്, എവിടേക്കാണ് നമ്മൾ പോണത്? നമ്മളതിൽ ആ ഒരവസ്ഥയിലല്ലെങ്കിൽ മറ്റൊരവസ്ഥയിൽ നമ്മൾ പരീക്ഷിക്കപ്പെടും എന്ന് മനസ്സിലാക്കിയാണ്. ഇപ്പം നമ്മൾക്ക് അള്ളാഹു തആല നൽകിയ ഈ നിയമത്ത് അതെടുക്കാൻ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ളൊരു പ്രയാസമില്ല. ഞാൻ ഇത്രയും സൂചിപ്പിച്ചത് ഗസയിലെ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നെഞ്ചകം പിടയുകയാണ്. ചോരക്കുഞ്ഞുങ്ങൾ മരണത്തിന് കീഴടങ്ങുമ്പോൾ ചികിത്സ കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ ഇങ്ങനെ മരിക്കുന്ന, അല്ലെങ്കിൽ മരണത്തിന് കീഴടങ്ങുന്ന അവസ്ഥകൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടും സാഹചര്യവും അതെങ്ങനെയാണ് എന്ന് സ്വയം വിലയിരുത്തി നമ്മളൊന്ന് ചിന്തിച്ച് നമ്മളുടെ ഈ സമയം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ സമയവും സന്ദർഭവുമൊക്കെ അള്ളാഹു നൽകിയ ജീവൻ അത് അള്ളാഹു പിടിച്ചെടുക്കും. വലിയൊരു സംശയമില്ല. നമ്മളോട് ചോദിച്ചിട്ടല്ല നമ്മളാരും ഇങ്ങോട്ട് വന്നത്. അതുപോലെ തന്നെ നമ്മളോട് ചോദിക്കാതെ നമ്മളെ തിരിച്ചു കൊണ്ടുപോകാൻ ജീവൻ നൽകിയ അള്ളാഹുവിനറിയാം. ആ ഒരു ചിന്ത നമ്മൾക്കുണ്ടായാൽ മതി. അപ്പോൾ എത്ര കാലം ജീവിക്കുക എന്ന് ആർക്കും അറിയില്ല. ഉള്ളിടത്തോളം കാലം
സന്തോഷത്തിലും നല്ല ഐക്യത്തിലും ദൂർത്തില്ലാതെ ഒരു മിഡിൽ ലൈഫ് അത് ജീവിച്ചു പോകാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം മനസ്സിലാക്കി ജീവിക്കുന്ന മുഅ്മിനുകളിൽ മുത്തഖികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതം കൊണ്ട് പന്താടുന്ന ഗസയിലെ ഫലസ്തീനിലെ മനുഷ്യർക്ക് അള്ളാഹു തആല രക്ഷയും സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ എപ്പോഴും അതുണ്ടായിരിക്കണം. അള്ളാഹുവേ, ലോകത്തിൻ്റെ നാനാഭാഗത്തും സമാധാനം നഷ്ടപ്പെട്ട് ശാന്തമായി ജീവിക്കാൻ കഴിയാത്ത ചുറ്റുപാട് അള്ളാഹുവേ എല്ലാവർക്കും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കണേ അള്ളാഹു. പ്രയാസങ്ങൾ അള്ളാഹുവെ ദൂരീകരിച്ച് തരണേ അള്ളാഹ്. നമ്മളൊക്കെ ചെയ്തു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അള്ളാഹു തആല നമുക്കെല്ലാവർക്കും അത് വിട്ടുപുറത്ത് മാപ്പാക്കി തീരുമാറാവട്ടെ. പരമാവധി നന്മകൾ ചെയ്യാൻ, നന്മകളുടെ കൂടെ നിൽക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.